വലിയ കാത്തിരിപ്പിന് ശേഷം സൂ ഓപ്പൺ ആയിരിക്കുന്നു സാർ, എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഓപ്പണിംഗ്. ഇന്നും എല്ലാവരും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വിളിച്ചു ചോദിക്കും എന്നാ സൂ ഓപ്പൺ ചെയ്യുന്നത്. സൂ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞ മാസം നമ്മൾ എല്ലാം ശ്രമിച്ചതായിരുന്നു. പക്ഷേ റോഡിൻ്റെ വർക്കുകളുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ആ വർക്ക് നടക്കുന്നതിനിടയ്ക്ക് സൂ തുറന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഇതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം നീട്ടി വെച്ചത്. അപ്പോൾ എന്തായാലും ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനം സഫലമായിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ ജനങ്ങൾ നമ്മളെക്കാളും സന്തോഷവാനാണെന്ന് ജനങ്ങളുടെ മുഖഭാവവും ബാക്കിയുള്ള കാണുമ്പോൾ അറിയാം. അതുപോലെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരും നടക്കുമ്പോൾ അനിമൽസിൻ്റെ തന്നെ ആക്ഷൻ, ഒരു ഷൂട്ടിംഗ് നടക്കുന്ന പോലുള്ള ഒരു ആക്ഷനായിരുന്നു അനിമൽസിൻ്റെ നിന്നുണ്ടായത്. പുലിയിൽ നിന്നായാലും കടുവയിൽ നിന്നായാലും അല്ല, ആ ഒരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ അവർ പോലും നമ്മുടെ ജനങ്ങളെ വരവേൽക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ മനസ്സിലാകുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ സമയം ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാ സൂര്യൻ പോലെ തന്നെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ടിക്കറ്റ് കൊടുക്കും. 6 മണി വരെ അവർക്ക് ആൾക്കാർക്ക് ഉണ്ടാവാം, ഇവിടെ നിന്നിട്ട് തിരിച്ചിറങ്ങാം. കാരണം ഇത് നമ്മൾക്കെല്ലാം ഇതിനെ ബേസ് ചെയ്യുന്നത് നമ്മുടെ ചട്ടക്രമങ്ങളല്ല, നമ്മുടെ മൃഗങ്ങളുടെ സമയക്രമം. മൃഗങ്ങളെ കയറ്റുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനും. കാരണം ഇവരെ കൂട്ടിലേക്ക് തിരിച്ച് കയറ്റുന്നതെല്ലാം നമുക്കിപ്പോൾ അല്ലാതെ കയറ്റാൻ പറ്റില്ല. കാരണം ഭക്ഷണത്തിൻ്റെ സമയത്ത് മാത്രമേ ഇവരെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്രമീകരിച്ചാണ് നമ്മൾ സമയം എല്ലാ സൂകളിലും സമയം ക്രമീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 9 തൊട്ട് 5 വരെയാണ്. അപ്പോൾ അത് ചില ദിവസങ്ങൾ ചിലപ്പോൾ കൂട്ടാൻ പറ്റും. പിന്നെ തിങ്കളാഴ്ച അത് വർക്കിംഗ് ഡേ അല്ല, സൂവിന് ഹോളിഡേ ആയിരിക്കും. ബാക്കി ഞങ്ങൾ ഓഫീസുണ്ടാവും, പക്ഷേ സന്ദർശകർക്ക് അന്ന് ഒഴിവായിരിക്കും. സന്ദർശകരെ നമുക്ക് കയറ്റിവിടാൻ പറ്റില്ല. അത് ഒരാഴ്ച മുതൽ ഒരു 6 മാസത്തിനകത്ത് വരെ നമുക്കിത് എത്താം. അപ്പോൾ എന്തായാലും വളരെ നന്ദി സാർ. നമ്മളെന്തായാലും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എന്തായാലും വലിയൊരു കൺഗ്രാറ്റ്സ് സാറിന് നേരെയാണ്. എന്തായാലും ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളൊരു കൂട്ടായ ജനങ്ങളുടെയും ഇവിടുത്തെ മുമ്പുള്ള വർക്കേഴ്സിൻ്റെയും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമം ആണ്. CPWD ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, KFRA ഉണ്ട്, പിന്നെ നമ്മൾ ഇവിടുത്തെ തന്നെ ജീവനക്കാർ, ഇവിടുത്തെ തൂക്കുന്ന ആൾക്കാർ മുതൽ ഈ മേലുള്ള ആൾക്കാർ വരെയുള്ള ആൾക്കാരുണ്ട്, സ്പെഷ്യൽ ഓഫീസറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായാണ് ഇത് നമുക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത്. അതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും വന്ന് കാണുക, കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ആ അഭിപ്രായങ്ങൾ പറയുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഇതിനെ കൂടുതൽ അതിൻ്റെ കുറ്റമറ്റത്താക്കാൻ പറ്റും, അപ്പം നവീകരിക്കാൻ പറ്റും. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.